ഇന്ന് രാവിലെ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. നാട്ടിലാകുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ. ഞങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇത്ര ഫ്രഷ് മീൻ കിട്ടാറില്ല. പക്ഷേ ഞങ്ങൾക്ക് നാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളത് മീനാണ്. അപ്പോൾ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കടൽ ചെമ്മീനുണ്ട്. ഞാൻ കായൽ ചെമ്മീനാണ് അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് കായൽ ചെമ്മീൻ കിട്ടിയില്ല. അപ്പോൾ കടൽ ചെമ്മീനെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചോളൂ, 1/2 കിലോ വാങ്ങിച്ചു. കാരണം അലീനയ്ക്ക് നല്ല ഇഷ്ടമാണ് ചെമ്മീൻ. പിന്നെ അലീന ഇനി ഒരു 2 ദിവസത്തിനുള്ള അലീന പോകും. അപ്പോൾ ഞാൻ കുറച്ച് കായൽ ചെമ്മീൻ വാങ്ങിച്ചു. നല്ല വലിപ്പമുണ്ട്. ടേസ്റ്റ് എങ്ങനെയെന്നറിയില്ല. പിന്നെ അതാ ഇതിനെ ഞങ്ങൾ കിളിമീൻ എന്ന് പറയാം, പൂമീൻ എന്ന് പറയും കിളിമീൻ. പിന്നെ ഈ ചെറിയ ടൈപ്പ് ഇവിടെ വയമ്പുന്ന അങ്ങനെ എന്തോ പറയണേ, ഇതാ ഈ ചെറിയ ടൈപ്പ് മീൻ. അപ്പോൾ ഇത് വാങ്ങിച്ചു. അല്ലാതെ ഞാൻ കുറേശ്ശെ വാങ്ങിച്ചോളൂ. കാരണം ഞാൻ ശരിക്കും ഈ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസം അന്വേഷിക്കുന്നത് ഈ മീൻ കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷേ കിട്ടണുണ്ടായിരുന്നില്ല. അപ്പോൾ ചെമ്മീൻ വേറെ സൈക്കിളുകാരൻ്റെ നിന്ന് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സൈക്കിളുകാരൻ വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ അടുത്ത് ഈ മീൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള മീനാണ്. അപ്പോൾ പിന്നെ ഇതും കൂടിയിട്ട് വാങ്ങിച്ചത്. ഇത് നന്നാക്കി എടുക്കലൊരു പണിയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മീനുകൾ, 3 ടൈപ്പ് മീൻ. അപ്പോൾ ഇനി മീനൊക്കെ നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഒരു പണി മീൻ നന്നാക്കല. പക്ഷെ ഇന്ന് മീൻ ഇപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചു. ശരിക്കും ഞാൻ ഇത്രയും വാങ്ങാൻ വേണ്ടിയിട്ട് പരിപാടി ഉണ്ടായിട്ടില്ല. പക്ഷെ അല്ലെങ്കിൽ ഞാൻ കുറേശ്ശാണ് വാങ്ങിച്ചത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളത് മീനാണ്. രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ എന്നും മീൻ നന്നാക്കലൊരു പണി തന്നെ. ഈ ചെറിയ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. പക്ഷേ അതിന് ചെതമ്പലില്ല. അതുകൊണ്ട് തന്നെ തലയും മാലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പം അങ്ങനെ രാവിലത്തെ മീൻ നന്നാക്കൽ കഴിഞ്ഞു. മീൻ നന്നാക്കൽ നല്ലൊരു പണിയായിരുന്നു. ഞാനും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഞാൻ കുറച്ചല്ലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കടൽ ചെമ്മീൻ്റെ ഇതുണ്ടല്ലോ, ആ തോട് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കനമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിരുന്നു. ഞാൻ പക്ഷേ ഈ കടൽ ചെമ്മീൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. പോച്ചയിലേക്ക് എന്നാലും എപ്പോഴും മറ്റേ കായൽ മീനാണ് വാങ്ങാറുള്ളത്. അപ്പോൾ മീൻ റെഡി ആയിട്ടുണ്ട്, മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല രാത്രിയാണ് അരച്ച് വെച്ചത്. പക്ഷേ നാട്ടിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി അരച്ച് വെച്ചാൽ നേരം വെളുത്തിലേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുപയർ മുളപ്പിച്ച് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ മുളപ്പിച്ചത് ഒരു കറിയാക്കിയിട്ട് അതും പിന്നെ ദോശയും കൂടിയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കുറച്ച് ചമ്മന്തി അരയ്ക്കാൻ വിചാരിച്ചു. കാരണം അവിടെ തേങ്ങ കുറേ ഇരിക്കുന്നുണ്ടല്ലോ. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് പുളിയില്ല. മാങ്ങിയിട്ടിട്ട് അരയ്ക്കാം. ഓക്കെ. അപ്പം ഇനി ഈ ചെറുപയർ മുളപ്പിച്ചത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. പക്ഷേ ചെറുപയറായിരുന്നാലും ഇവിടെ പെട്ടെന്ന് മുളയ്ക്കും കേട്ടോ. ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ മുളച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സമയം എടുക്കും. ഇത് ഞാനിപ്പോൾ മിഞ്ഞാന്നാണ് ഞാനത് വെള്ളത്തിലിട്ടത്. ഇന്നലെ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ വെറുതെ ഒരു പേപ്പർ ടവൽ നനച്ചതിൻ്റെ മുകളിലിട്ടിരുന്നു. ഇപ്പോൾ അത് നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇതിന് അധികം മുളച്ചതിന് അധികം വേവില്ലല്ലോ, പെട്ടെന്ന് വേവും. ഇത് കുറച്ച് ആവശ്യമുള്ളൂ, കുറച്ച്. പിന്നെ ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇരുന്നിട്ട് നാളേക്കും മറ്റന്നാളത്തേക്ക് കുറച്ചും കൂടി നന്നായിട്ട് മുള വരട്ടെ. അപ്പോൾ ഇത് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കട്ടെ. അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പും മുളകും തിരുമ്മി വയ്ക്കട്ടെ. ഇത് ഞാൻ വറക്കണില്ല കേട്ടോ. ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചിട്ട് ഇറക്കാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. ഇത് വറക്കും. ബാക്കിയുള്ള മുളപ്പിച്ച പയറായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പേപ്പർ ടവൽ ഇങ്ങനെ നനച്ചിട്ടാൽ മതി. നാളേക്ക് ഒന്നും കൂടി നന്നായിട്ടൊരു മുള വന്നു. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മുളയായിട്ടുണ്ട്.
ഫ്രിഡ്ജിൽ വയ്ക്കണില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുക്കട്ടെ. തേങ്ങ കൊത്തിയിട്ടാണ് എടുക്കുന്നത്, എൻ്റെ അടുത്ത് ചിരവിയൊന്നുമില്ല. ഇതിവിടെ സഹായത്തിനൊരു ചേച്ചി വന്നിട്ടുണ്ട്. ആ ചേച്ചി ഫോണിൽ വർത്താനം പറഞ്ഞ സൗണ്ട് ഇടവേദന ആർക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചായ ഉണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കാം. അപ്പോൾ ഇനി ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ തേങ്ങ ഫസ്റ്റ് ഒന്ന് കറക്കി എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കൊടുത്ത് ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി, പിന്നെ പച്ചമുളക്, പുളിക്ക് വേണ്ടിയിട്ട് ഇരുമ്പുളി ആയിട്ടാണ് ചേർക്കുന്നത്. ഇരുമ്പുളി ചേർത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കവിടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നണം. ഞാൻ നന്നാക്കിയല്ലോ, വയമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നാക്കി. ആ ഇല്ല, വേറൊരു മീൻകാരൻ വന്നപ്പോൾ ചേട്ടൻ ഇതിലേക്ക് ഉള്ളി താളിക്കട്ടെ കേട്ടോ. പക്ഷെ എൻ്റെ അടുത്ത് കടുകില്ല. ചട്നി അരയ്ക്കുമ്പോൾ കടുക് വേണമല്ലോ. കടുക് വാങ്ങിച്ചിട്ടില്ലാന്നേ. എന്തായിരുന്നാലും നമ്മുടെ കയ്യിൽ ചുവന്നുള്ളിലേക്ക് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കാച്ചിടും. അപ്പോൾ നമുക്ക് കാച്ചി ഒഴിക്കാനുള്ള ഉള്ളി അരിയിട്ടേ. നമ്മൾ മുളപ്പിച്ച പയർ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കാച്ചാൽ നമുക്ക് ചമ്മന്തിന്ന് എപ്പോഴും വായില്ല തന്നെ, ചട്നിയിലേക്ക്. നാട്ടിൽ വന്നപ്പോഴാണ് തോന്നുന്നു ചമ്മന്തി എന്ന് പറഞ്ഞത്. എന്തായിരുന്നാലും നമുക്കതിലേക്ക് താളിച്ചിടാം. അപ്പോൾ കടുകില്ലാത്തതുകൊണ്ട് കടുക് പൊട്ടിക്കണില്ല കേട്ടോ. കടുകുമില്ല, വറ്റൽമുളകുമില്ല. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ കടുക് പൊട്ടിച്ചില്ലല്ലോ, പിന്നെ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, പിന്നെ തേങ്ങ നമ്മൾ കൊത്തിയിട്ടല്ലേ എടുക്കുക. ശരിക്കും തേങ്ങ ആ കറുത്ത കളർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നി കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. ശരിക്കും ഒരു കറുത്തിട്ടൊരു കുത്തുണ്ടാവും. പക്ഷെ അങ്ങനെ വലിയ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ദോശയുടെ കൂടെ കഴിക്കാം, അത്രയ്ക്കുള്ളൂ. പക്ഷേ മറ്റേ കടുകൊക്കെ താളിച്ചിട്ട് ഉണ്ടാക്കുന്ന ചട്നിയുടെ അത്രയ്ക്കാണ് ഒരു ടേസ്റ്റ് വന്നിട്ടില്ല. കുഴപ്പമില്ല. ആ പുളിയുടെ ടേസ്റ്റ് നല്ലതാണ്. ആ കാക്കകളെല്ലാം കൂടിയിട്ട് വലിയ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ഉള്ള കാക്കകൾ മുഴുവൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ടുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളിയും കൂടിയിട്ട് മൂപ്പിച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ചേർക്കും. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കേട്ടോ. ഞാൻ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഞാനങ്ങനെ അങ്ങനെ കറികളൊന്നും ഞാൻ വെക്കാറില്ല. ഇന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ. ഒരാഴ്ച വേണ്ടി ഉണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശയും റെഡി ആയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ദോശ ഉണ്ടാക്കുന്ന പാത്രമില്ല കേട്ടോ. അപ്പോൾ ഈ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കി. കുറച്ച് കട്ടിയുള്ള ദോശ പോലെ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചതുണ്ടല്ലോ അത്.
പിന്നെ തേങ്ങ ചട്നി. ഇത് നമ്മുടെ കൊഴുവ ഇട്ടാൽ കൊഴുവ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടെടുക്കും. ഞങ്ങൾ ഈ മീനിൻ്റെ വാല് കളഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതിൻ്റെ വാല് മുരിഞ്ഞ് വരുമ്പോൾ കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ താറാവുണ്ട് കേട്ടോ. ഇത് അവിടെ തറവാട്ടിലെ താറാവാട്ടാ. ഞാൻ വേസ്റ്റ് തന്നെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് അപ്പോൾ അവർക്ക് ഇവിടെ ഒരു ശീലമായി. കുറേ താറാവുണ്ട്, പക്ഷെ ആരും കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗിയില്ല മേത്തേക്ക്. പക്ഷെ താറാവിനെ കാണാനൊന്നും ഒരു ഭംഗിയില്ല. അല്ല വെള്ളത്താറാവ്, പക്ഷേ ഒരു ഇങ്ങനെ നാട്ടിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ മണ്ണിലും ചെളിയിലൊക്കെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മേത്തൊക്കെ നിറച്ച് ചെളിയാണ്. എന്താ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയായിപ്പോൾ ഞാൻ ഒരു 12 മണിയായപ്പോൾ ഞാനൊന്ന് കിടന്നു. ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വേഗം പെട്ടെന്ന് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീൻ വറുക്കലൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ചത്. കാരണം ഞാൻ കണ്ണുറന്നപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞു. വൈകുന്നേരം ആകുമ്പോൾ ഞാനും അനീനയും കൂടിയിട്ട് ഒന്ന് വെയിലാറി കഴിഞ്ഞിട്ട് ഒന്ന് ശോഭയിൽ പോകുന്നത് വെച്ചിട്ട് ഇരിക്കുന്നത്. ചൂടായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒട്ടും ഇഷ്ടമില്ല. ഞാനിവിടെ വന്നിട്ട് ചെറുതായിട്ട് തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ചൂടായിട്ടാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ നല്ല തണുപ്പായിരുന്നല്ലോ. നല്ല വലിയ കുഴപ്പമില്ല, വീട്ടിലിരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്കൊക്കെ വെച്ചിട്ട് നടക്കുമ്പോൾ ഭയങ്കര പാട്. ഇത് ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് അരച്ച് വെച്ചതാട്ടോ. ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ്. ഇപ്പോൾ ഇവിടെ വൈകിട്ട് ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ ഈ ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യാം. ഉഴുന്നിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യില്ല. ഉഴുന്ന് മാത്രമായിട്ടാണ് അരച്ച് വെച്ചത്, ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ച് വെച്ചു. ഇതിലേക്ക് ഇഞ്ചിയും പിന്നെ സവോളയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുരുമുളക് വേണമെങ്കിൽ കുരുമുളകും ചാച്ചിടാം. എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വട റെഡിയാക്കാം. പിന്നെ നമ്മൾ ഈ മാവ് നമ്മൾ തിക്കായിട്ടല്ല അരച്ച് വയ്ക്കുന്നത്, വെള്ളം പോലെയല്ലല്ലോ അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ പുളിച്ച് പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയാലും അങ്ങനെ ഭയങ്കര പുളിയെന്ന് പറയാനില്ല, ഒരു ചെറിയൊരു പുളിയുള്ളൂ. വെള്ളം പോലെ അരച്ച് വെച്ചാലേ പെട്ടെന്ന് അത് നമ്മൾ ദോശമാവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുളിക്കില്ലേ. പക്ഷേ ഇതങ്ങനെ പുളിക്കില്ല. വട നോക്കിക്കേ, നല്ല മുരിച്ചിലുള്ള വടയാണ്. ഉള്ളു നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ടിരിക്കുക. ഇത് ഇന്നലെ ഞാൻ ഈ മാവ് അരച്ച് കഴിഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ ഇതരച്ച് ദോശമാവ് അരയ്ക്കാനുണ്ടായിരുന്നു, ഇതിന് മാവ് അരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് ആദ്യം അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദോശമാവിനെ വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു ഇച്ചിരി വെള്ളം പെട്ടെന്ന് ഒഴിച്ചു ഇതിനകത്ത്. പക്ഷേ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, അങ്ങനെ വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നില്ല.
പക്ഷേ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണേ. പക്ഷേ ഇത് ഞാൻ ഇച്ചിരി ഒരു പൊടിക്ക് വെള്ളം അറിയാണ്ട് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാനും അലീനയും കൂടിയിട്ട് ഞങ്ങളുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ശോഭ സിറ്റി. ഞങ്ങൾ അവിടെ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഷോപ്പിങ്ങിനൊന്നും പോയിട്ടൊന്നുമില്ല. ഞങ്ങളിന്ന് വെയിലാറി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ സമയം 5 മണി ആയിട്ടുണ്ട്. വെയിലൊക്കെ ആറി ഒരു നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ശോഭ സിറ്റിയിൽ പോയിട്ട് വരട്ടെ. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ വാങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ.